ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെന്താണെന്നില്ലേ, ഇതൊന്നുമില്ല, ഇതൊരു പ്രാവാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. ഇത് കിട്ടിയതല്ല, കാറിലെങ്ങാണ്ട് പോയ ഒരാൾ എടുത്തിട്ട് നമ്മുടെ പുരയിൽ ഇങ്ങനെ തന്നിട്ട് പോയി. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉള്ളൊരു പറമ്പിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ ആ പുള്ളിക്കാരൻ നമുക്ക് തന്നിട്ട് പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കിടന്നാലും നായ പൂച്ച കടിച്ചിട്ടുണ്ട് പോകില്ലേ, അങ്ങനെ തന്നൊരു പ്രാവും കുഞ്ഞാണ്. അപ്പോൾ അതിന് തീരെ സുഖമില്ല, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ച ഒരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ പിന്നെ അതിനെ എടുത്തിട്ട് കവറിലാക്കി ഇവിടെ ഓർക്കാട്ടേരി തന്നെ ഒരു മൃഗാശുപത്രി ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പതിവില്ലാണ്ട് ഒരാൾ ചുറ്റിക്കറങ്ങി വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ആ കാണുന്ന പൂച്ച അതുവരെ ഈ പൂച്ചനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ നിൽക്കൂല, കഴിക്കാൻ പോവുക, ആ ഒരു മൈൻഡാണ്. ഇത് 4 മണി 5 മണിയായിട്ട് ഈ പൂച്ച പോകുന്നില്ല. അപ്പം മനസ്സിലായി, പ്രാവിനെ കണ്ടിട്ടുള്ള നിൽപ്പാന്ന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ മുത്തിൽ നല്ല ലക്ഷണമുണ്ട്. അങ്ങനെ പിന്നെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഓർക്കാട്ടേരിയിലേക്ക് പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക്. പ്രാവിന് വേറെ മുറിവോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, പക്ഷേ തല വെച്ചിട്ട് എന്തോ ഒരു കറക്കവും, തല ഇങ്ങനെ താത്തി വെച്ചിട്ടാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ വഴിയൊന്നും അറിയത്തില്ല. അങ്ങനെ ഓരോ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ജീവനല്ലേ, രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത്, നമുക്ക് സന്തോഷം. അങ്ങനെ അതിൻ്റെ കണ്ണെല്ലാം ചുവന്നിരിക്കട്ടെ, അതാണ് ഞാൻ കൂടെ നോക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ട്, എന്താ കാര്യം എന്ന് അറിയത്തില്ല, ബ്ലഡ് കെട്ടിയിട്ട് കിടക്കുന്നു. അങ്ങനെ മൃഗാശുപത്രി എത്തി. ചോദിച്ചും പറഞ്ഞു മൃഗാശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഹോസ്പിറ്റൽ അടച്ചിട്ടേക്കുന്നു. അപ്പോൾ അവിടെ ടൈം എഴുതിയിട്ടുണ്ട്, ഹോസ്പിറ്റൽ പൂട്ടിയേക്കും. അപ്പോൾ ടൈം എഴുതിയിട്ടുണ്ട് രാവിലെ 8 മണി മുതൽ, അങ്ങനെയാണ് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെയാണ് സമയം കൊടുത്തേക്കുന്നത്. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. വണ്ടിയിൽ എണ്ണ അടിച്ച്. അപ്പോൾ അതിനൊരു കാഴ്ചയും കണ്ട് ഒരു വീടിൻ്റെ മേലെ വലിയൊരു ഡോളിൻ്റെ അടുത്ത് വെച്ചേക്കുന്നു. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ വടകരയിലുണ്ട് ഒരു ഹോസ്പിറ്റൽ, അല്ല അവിടെ വടകര ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓപ്പൺ ആണോ എന്താണ് ഒന്നും അറിയത്തില്ല. ഇതുപോലെ തന്നെ പോയിട്ട് വെറുതെ പോയിട്ട് തിരിച്ച് മടങ്ങണ്ട എന്നുള്ളൊരു സങ്കടം. അതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് വടകര പോകാമെന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, വടകര ഹോസ്പിറ്റലിൽ കാണിക്കാമെങ്കിൽ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം എന്താ പറയുക, എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഞാനും പോകാൻ വേണ്ടി പിന്നെ മടിച്ചു. നാളെ കൊണ്ടുവന്ന ചെറു പ്ലാനിങ്ങിലാണ്. പിന്നെ ആ പൂച്ച അവിടെ കറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നാളത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.